ഈ ഫെബ്രുവരി മാസം 4-ാം തീയതി ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയം ഞങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇടതുപക്ഷം പൂട്ടിയോ? ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇടതുപക്ഷം പൂട്ടിയോ? ഞങ്ങൾ ഇന്ന് കൊടുവള്ളി വഴിയാണ് ഇവിടേക്ക് വന്നത്. കൊടുവള്ളി ഞങ്ങൾ വന്ന് കൊടുവള്ളി മാർക്കറ്റ് റോഡുണ്ട്. കൊടുവള്ളി മാർക്കറ്റ് റോഡിൽ ചെറിയൊരു ബ്ലോക്കാകുന്ന സമയം ഞങ്ങൾ ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോ അവിടെ ഒരു ചെറിയൊരു പോസ്റ്റർ ഇപ്പോഴും കാണുക. നിങ്ങൾ ആർക്കും വന്നാൽ ഇപ്പോഴും കാണാം, നിങ്ങൾക്ക് ഇപ്പോഴും വരാം. അവിടെ ഒരു ത്രിവേണി എന്ന് പറയുന്ന ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട്. ആ ബുക്ക് സ്റ്റാളിന്റെ ഒരു ബോർഡിന്റെ മുകളിൽ ഇപ്പോഴും ഉണ്ട് ഒരു പോസ്റ്റർ. പാഠപുസ്തകം ഞങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു തരും. 10 കൊല്ലത്തിന്റെ അപ്പുറത്തുള്ള ഒരു പോസ്റ്റർ ഉണ്ട് ഇപ്പോഴും കൊടുവള്ളി മാർക്കറ്റ് റോഡിൽ. 2015 പാഠപുസ്തകങ്ങൾ മാറിയത്. 8ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ അന്നും അബ്ദുറബ് മാറ്റി. 8ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ മാറിയപ്പോൾ 1ാമത്തെ പാഠപുസ്തകത്തിൽ 32 പേജാണ്. ആ 32 പേജ് പ്രിന്റ് എടുക്കാൻ ഏകദേശം 600 രൂപയോളം കൊടുത്തവരാണ് കേരള രക്ഷിതാക്കൾ. UDF-ന്റെ, കോൺഗ്രസിന്റെ, മുസ്ലിം ലീഗിന്റെ, കമ്മ്യൂണിസ്റ്റുകാരന്റെ, ഇടതുപക്ഷക്കാരന്റെ, BJP-കാരന്റെ രക്ഷിതാക്കൾ ഈ കേരളത്തിന്റെ മണ്ണിൽ പാഠപുസ്തകം പ്രിന്റ് എടുത്തു കൊടുത്തൊരു കാലമുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ മറന്നുപോയോ നിങ്ങളോട്? ഓണം നേരത്തെ വന്നതാണ്, ഓണപരീക്ഷ വന്നതല്ല, ഓണം നേരത്തെ എത്തിപ്പോയതാണ്. അത് ഞാൻ എന്ത് ചെയ്യാനാ എന്ന് നെഞ്ചത്തടിച്ച് ചോദിച്ചൊരു വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് മറന്നുപോയോ നിങ്ങൾക്ക്? ഈ കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ കോഴിക്കോട് അങ്ങാടിയിലേക്ക് വാ. കോഴിക്കോട് അങ്ങാടിയിൽ മലാപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്ക. മലാപ്പുറം ഹൈസ്കൂൾ നിങ്ങൾ പൂട്ടാൻ വെച്ചതാണ്. രാത്രി 12:30 മണിക്ക് JCB-യുമായി വന്നു മാനേജർ. അവിടെ ഒച്ച കേട്ട് നാട്ടുകാർ ഓടി വരികയാണ്. ആ സ്കൂളിന്റെ മുമ്പിനകത്ത് മനുഷ്യച്ചങ്ങല കെട്ടിക്കൊണ്ട് രക്ഷിതാക്കൾ പറയുകയാണ്, ഈ സ്കൂളിനകത്ത് എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ്. ആ സമരത്തിനകത്ത് പാർട്ടിയില്ല, മതമില്ല, ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യനുണ്ട്, പാസിയുണ്ട്, സിഖുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരനും ഉണ്ട്. കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു, എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസമാണ്. അത് പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവസാനം എല്ലാവരും കൂടി ഇതുപോലൊരു പതാക എടുത്ത് കൊണ്ട് കുത്തുകയാണ്. സ്കൂളിന്റെ മുമ്പില് കെട്ടാൻ പാടില്ല, അത് പൊളിക്കാൻ പാടില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. പിറ്റേന്നൊരു ബുധനാഴ്ച രാവിലെ 8 കുട്ടികളുള്ള ആ കുട്ടികളെ കൈപിടിച്ച് അവിടെ നിന്ന് LDF-ന്റെ സഖാക്കൾ പോയത് കോഴിക്കോട് കലക്ടറേറ്റിലേക്ക്. സാംബശിവറാവു അവിടെ കലക്ടറാണ്. അദ്ദേഹം വരുന്നതിന് മുൻപ് കലക്ടറുടെ ചേംബറിൽ 8 കുട്ടികളെ കൊണ്ടിരുത്തി ഞങ്ങൾ അവിടെ ഒരു ബോർഡ് തൂക്കി. ആ ബോർഡിന്റെ മുകളിൽ പഠിപ്പിച്ചു കൊടുക്കാണ്. ഈ കലക്ടർ വരുമ്പോ കണ്ട കാഴ്ച, 8 മക്കളിങ്ങനെ പഠിപ്പിക്കും. വാട്ട് ഈസ് ദീസ്? ഒന്നുമില്ല. എന്താ ഇത്? ഒന്നുമില്ല. അപ്പുറത്തൊരു സ്കൂൾ പൊളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വിദ്യാലയം പൊളിച്ചു കഴിഞ്ഞാൽ ഈ 8 കുഞ്ഞുങ്ങൾ നാളെ മുതൽ പഠിക്കുമെന്നത് ഈ കലക്ടർ ഓഫീസിലായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് കോഴിക്കോട്. അവസാനം മാരത്തോൺ ചർച്ചയുടെ ഭാഗമായിട്ടാണ് പൊളിക്കില്ലെന്ന് മാനേജർ ശുപാർശ ചെയ്ത് 2016 ഏപ്രിൽ മാസം 23-ാം തീയതി ഞങ്ങളുടെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് മാഷ് ആദ്യം ഒപ്പിട്ട ഫയലിൽ മലാപ്പറമ്പ് സ്കൂള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അത് ഏറ്റെടുത്ത് ഗവൺമെന്റ് സ്കൂളാക്കി മാറ്റി. ആ വിദ്യാലയം ഒന്ന് പോയി നോക്ക് നിങ്ങളെന്ന്. ഒരു റിസോർട്ടിന്റെ വെല്ലുന്ന വിദ്യാലയമാണ് ഈ കേരളത്തിൽ. ഒരു വിദ്യാലയം മെച്ചപ്പെട്ടാൽ ഇടതുപക്ഷക്കാർക്ക് മാത്രമാണോ ഗുണം? ആണോ? ഈ ഫോട്ടോ കാണുന്ന ഈ കുഞ്ഞുങ്ങള്, ഈ 20 കുഞ്ഞുങ്ങൾ ഏത് രാഷ്ട്രീയക്കാരാണെന്ന് ആർക്കറിയാം? ഈ 20 കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയും ഏത് രാഷ്ട്രീയക്കാരാണെന്ന് ആർക്കറിയാം? പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ ഈ നാടിന്റെ അഭിമാനമല്ലേ? ഈ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ കാണുമ്പോൾ കുഞ്ഞിന് രക്ഷിതാവിന് സന്തോഷമല്ലേ? നമ്മൾക്ക് സന്തോഷമല്ലേ? ഞാൻ കാണാത്ത മക്കളാണത്, ഞാൻ അറിയാത്ത മക്കളാണത്. ഒരു ചിരി കൊണ്ടുപോലും ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കാത്ത മക്കളാണ്. പക്ഷേ ആ ഫോട്ടോയിൽ കാണുമ്പോൾ LSS USS നേടിയ മക്കളുടെ ഫോട്ടോ കാണുമ്പോ എന്റെ ഉള്ളിന്റെ അകത്തൊരു സന്തോഷം വരുന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഈ കേരളത്തിന്റെ മണ്ണിൽ രാഷ്ട്രീയമോ ജാതിയോ നോക്കാതെ പകുത്തു കൊടുക്കേണ്ടതാണെന്ന ബോധ്യം കാഴ്ചവെച്ചിട്ടുള്ള ഒരു ഇടതുപക്ഷ സർക്കാരല്ലേ ഈ 10 ആണ്ട് കേരളം ഭരിച്ചത്. ആശുപത്രി നോക്ക്, കേരളത്തിൽ ആശുപത്രി നോക്ക്, കേരളത്തിൽ ആരോഗ്യ രംഗങ്ങൾ നോക്ക്. കഴിഞ്ഞ ദിവസം ഒരാഴ്ച തുടർച്ചയായിട്ട് ഈ മീഡിയ വണ്ണിന്റെ വാദം, കേരളത്തിൽ ആരോഗ്യ മേഖല മോശം, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കും. ഇതുപോലൊരു ജാഥ ഈ പ്രദേശത്തിലെ സഖാക്കൾ നടത്തണം. ഒരു സീറ്റിനകത്ത് കോൺഗ്രസിനെയും 1 സീറ്റിനകത്ത് മുസ്ലിം ലീഗിനെയും കൊണ്ടിരുത്തിക്കണം. എന്നിട്ട് നിങ്ങൾ മലപ്പുറം ജില്ലയിലൂടെ
കോഴിക്കോട് ജില്ലയിലൂടെ നിങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കണം. ഓരോ താലൂക്ക് ആശുപത്രികളും നിങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. എന്റെ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി മുതലുള്ള താലൂക്ക് ആശുപത്രി എത്ര കോടികളാണ്. ഞങ്ങളുടെ നാളെ വരുന്ന 9-ാം തീയതി ഒരു ആശുപത്രി ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ബാലുശ്ശേരി മുക്കില്. ബാലുശ്ശേരി താലൂക്ക് ആശുപത്രി 42 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു വലിയൊരു കെട്ടിടം, ഒരു മിനി മെഡിക്കൽ കോളേജ് ബാലുശ്ശേരിയിൽ വരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ എല്ലായിടങ്ങളിലും ആരോഗ്യരംഗത്തുണ്ടായ വലിയ വലിയ മാറ്റങ്ങൾ. 9-ാം തീയതി ഫെബ്രുവരി മാസം 9-ാം തീയതി അങ്ങ് കൊച്ചിയില് ഒരു വലിയൊരു ആശുപത്രി ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ആശുപത്രിയുടെ പേരാണ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ആശുപത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്നറിയോ? ഈ അമേരിക്കയിലെ പ്രശസ്തമായിരിക്കുന്ന ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റ് സെന്ററാണ് മയോ ക്ലിനിക്. സഖാവ് പിണറായി വിജയൻ ട്രീറ്റ്മെന്റിന് മയോ ക്ലിനിക്കിനകത്ത് യാത്ര ചെയ്യുമ്പോ പരിഹസിക്കുന്നവരാണ് നിങ്ങൾ. എന്തിനാ വിജയ അങ്ങ് അവിടേക്ക് പോകുന്നത്? നമ്പർ 1 അല്ലേ കേരളം? ഇവിടെ ചികിത്സിച്ച പോരെ? ആ നമ്പർ 1 ആയി കേരളത്തെ മാറ്റുന്നതിനു വേണ്ടി സഖാവ് വിജയന്റെ നിങ്ങൾ വിളിച്ചധിക്ഷേപിക്കുന്ന മുഖ്യമന്ത്രി ദീർഘവീക്ഷണം ഈ 9-ാം തീയതി കേരളത്തിലെ സകല മനുഷ്യന് ഗുണകരമാവുക. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം എന്നറിയോ? ഇന്ന് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആ ക്യാൻസർ ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റേഡിയേഷൻ. റേഡിയേഷൻ നൽകുന്ന സമയം ക്യാൻസർ കോശങ്ങൾ മാത്രമല്ല മരിക്കുക, നല്ല കോശങ്ങളും മരിച്ചുപോകും. ക്യാൻസർ കോശങ്ങളെ മാത്രം നശിപ്പിക്കാനുള്ള സംവിധാനം നിലവിൽ ഇന്ന് ഇന്ത്യയിൽ ഒരു ആശുപത്രിയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ റേഡിയേഷൻ ഇനി പ്രോട്ടോൺ ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട്, പ്രോട്ടോൺ ബീം ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസർ കോശങ്ങളെ മാത്രം കൊല്ലാൻ കഴിയുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള ഒരു ക്യാൻസർ ആശുപത്രിയാണ് 9-ാം തീയതി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോൺ ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് നടത്തുന്ന ഒരു ആശുപത്രി ഈ കേരളത്തിന്റെ മണ്ണിനകത്താണ്. എന്തേ നിങ്ങൾ കാണാത്തത്? എന്തേ കാണാത്തത്? എന്തുകൊണ്ടാണ് വലതുപക്ഷം ആരോഗ്യ മേഖലയെ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത്? 7500 കോടി രൂപയാണ് കേരളത്തിൽ ആരോഗ്യ രംഗത്തിലേക്ക് വിദേശ സഖ്യ ഇറക്കുമതി ചെയ്തത്. കോഴിക്കോട് എന്ന് കേൾക്കുന്നത് നിങ്ങൾ മനസ്സിലേക്ക് പാഞ്ഞു വരുന്ന ഒരു പേരാണ് നമ്മുടെ അരകിടത്ത് പാലം സ്ഥിതി ചെയ്യുന്ന വലിയൊരു ആശുപത്രിയായ മിംസ് ആശുപത്രി. അതിന്റെ അപ്പുറത്ത് ബേബി ആശുപത്രി, ബേബി മെമ്മോറിയൽ. അലക്സാണ്ടർ ഡോക്ടറെ കയ്യിലായിരുന്നു ബേബി മെമ്മോറിയൽ. ആ ബേബി മെമ്മോറിയൽ ഇപ്പൊ അലക്സാണ്ടർ ഡോക്ടർ എടുത്തല്ല. ആ ബേബി മെമ്മോറിയൽ വാങ്ങിയത് ഏകദേശം 2400 കോടി രൂപ കൊടുത്തുകൊണ്ട് ആ ആശുപത്രി വാങ്ങിയത് ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന അന്താരാഷ്ട്ര കമ്പനിയാണ്. ബേബി മെമ്മോറിയൽ വിറ്റ് മൈത്രയുടെ മേജർ ഷെയർ വാങ്ങി ആര്? KR ഗ്രൂപ്പ് വാങ്ങി. അതിന്റെ അപ്പുറത്ത് ആംസ്റ്റർ മെഡിസിറ്റി, കിംസ് മെഡിസിറ്റി 4300 കോടി രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടുപോയി. ഈ രാജ്യത്തിന്റെ ആരോഗ്യ മേഖല വിലക്കെടുക്കുന്ന കുത്തക ഭീകരന്മാർ അവർ വാങ്ങിയത് എന്തിനു വേണ്ടിയാ? കിംസ് വാങ്ങിയത് എന്തിനു വേണ്ടിയാ? KR ഗ്രൂപ്പ് വാങ്ങിയത് എന്തിനു വേണ്ടിയാ? ബ്ലാക്ക് സ്റ്റോൺ വാങ്ങിയത് എന്തിനു വേണ്ടിയാ? ഈ വണ്ടൂരിലെ പാവപ്പെട്ട കോൺഗ്രസ്സുകാരന്, വണ്ടൂരിലെ പാവപ്പെട്ട BJP-കാരന്, മുസ്ലിം ലീഗുകാരന് ഒരു പനി വന്നാൽ, ഒരു അസുഖം വന്നാൽ അവനെ ചികിത്സിച്ച് ഭേദമാക്കാം എന്നുള്ള മോഹം കൊണ്ടാണോ ഇന്ത്യ അന്താരാഷ്ട്ര കമ്പനികൾ, കുത്തകകൾ ഈ കേരളത്തിൽ വന്ന ആശുപത്രികൾ വാങ്ങിക്കൊണ്ടുപോകുന്നത്? അല്ലേ അല്ല. അവർക്ക് പണം വാരിക്കൊണ്ടുപോരാനുള്ള ഒരു മാർഗമാണ്. അവർക്ക് പണം വാങ്ങിക്കൊണ്ടുപോകാനുള്ള ഒരു മാർഗമാണ്. ആ മാർഗമായി കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അവരിങ്ങനെ കൊണ്ടുപോകുമ്പോ 10 വർഷക്കാലം നാടുഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ ആരോഗ്യ മേഖലയെ സാധാരണക്കാരന് അത്താണിയാക്കി മാറ്റി വികസനത്തിന്റെ പൊൻപന്താവ് നിർത്ത് ഈ കേരളത്തിന്റെ മണ്ണിലെ പാവപ്പെട്ട മനുഷ്യന് ജീവിതം സ്വപ്നം കാണാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റിയെടുത്തത് ഈ 10 ആണ്ടുകളല്ലേ പ്രിയപ്പെട്ടവരെ? ഒരുപക്ഷെ നിങ്ങൾ ചികിത്സിക്കാൻ വരുന്ന ഒരു ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം, കാർഡിയോളജി വിഭാഗം, ഓങ്കോളജി വിഭാഗം, അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി ബ്ലോക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പുതിയ ബ്ലോക്കിലാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എന്ന് പറയും. ആ ബ്ലോക്ക് വിൽക്കാൻ വെച്ചവരായിരുന്നു കോൺഗ്രസ്. ആ ബ്ലോക്ക് വിൽക്കാൻ വെച്ചവരായിരുന്നു കോൺഗ്രസ്. ദുബായിൽ നിന്നും ആ ബ്ലോക്ക് വാങ്ങാൻ വന്ന ഈ പറയുന്ന ഷെയ്ഖുമാരോട് സമരം ചെയ്ത് ആ ആശുപത്രി സംരക്ഷിച്ചത് ഇടതുപക്ഷമാണ്. ആ ആശുപത്രി എങ്ങനെ വളർത്തണമെന്ന ബോധ്യം ഇടതുപക്ഷത്തിന് 3488 കോടി രൂപയുടെ അവസാനഘട്ട വികസന പദ്ധതികൾ ഒരു മെഡിക്കൽ കോളേജിന്റെ 2 അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു കൊടുത്തത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ. ആ സർക്കാരിന്റെ നേട്ടം വിസ്മരിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ?
ആ സർക്കാരിന്റെ നേട്ടം വിസ്മരിക്കാൻ പറ്റുമോ? ഏത് മേഖല എടുക്കും നിങ്ങൾ, ഏത് മേഖല എടുക്കും? ഇതുപോലെ ഞങ്ങൾ ഇന്ന് 4-5 മണിയാ ഞാൻ നരിക്കുവിന് വരും. 5 മണിയായിട്ട് അങ്ങ് കാളികാവാണെന്ന് തോന്നുന്നു, അങ്ങ് അറ്റട ഏതോ ഒരു ദേശ ഉത്സവം നടക്കുന്നുണ്ട്. അവിടുന്ന് ഒരു 20 മിനിറ്റ് ബ്ലോക്കായി. ഞങ്ങൾ എഴുതി ഇടവണ്ണയെത്തി. അവിടുന്ന് ഇങ്ങോട്ട് കയറിയ റോഡുകൾ എന്തു മനോഹരമായ റോഡുകൾ! ഇങ്ങനെയായിരുന്നോ കേരളത്തിലെ റോഡുകൾ? ഇങ്ങനെയായിരുന്നോ കേരളത്തിലെ റോഡുകൾ? മലപ്പുറത്തിന്റെ ചില മേഖലയിൽ നല്ല റോഡുണ്ട്, കോട്ടയത്തിന്റെ ചില മേഖലയിൽ നല്ല റോഡുണ്ട്. എന്നാൽ സാധാരണ മനുഷ്യൻ താമസിക്കുന്ന മലയോരത്തൂടെ ഇതുപോലെ കുറിതൊട്ട റോഡുകൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ പറ. ഇതുപോലെ നല്ല റോഡുകൾ ഉണ്ടായിരുന്നോ? കടലിനോട് മല്ലടിച്ചുകൊണ്ട്, കടലിനോട് പോരടിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന തീരപ്രദേശങ്ങൾ, ആ തീരപ്രദേശങ്ങളിൽ കുറിതൊട്ട റോഡുണ്ടായിരുന്നോ? നിങ്ങൾ പറ. ആര് വന്ന സമയത്താണ് മാറിയത്? ആരാണ് മാറ്റിയത്? കേരളത്തിന്റെ മനുഷ്യന്റെ സമസ്ത മേഖലകളെയും മാറ്റിമറിച്ച് ഈ 10 ആണ്ടുകൾ വികസനം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം ഈ എന്നെയും കൂടി ബാധിക്കുന്നതാണ് എന്ന ബോധ്യം കേരളത്തിന് കാഴ്ചവെച്ചു കൊടുത്തിട്ടുള്ള 10 ആണ്ടുകളാണ് നമ്മുടെ മുന്നേ ഇങ്ങനെ നടന്നുപോയത്. ആ 10 ആണ്ടുകൾ കേരളത്തിൽ അവസാനിക്കണോ വേണ്ടയോ എന്ന ചോദ്യമാണ് ഈ ജാഥയിലുടനീളം ഞങ്ങൾ വിളിച്ചു ചോദിക്കുന്നത്. ഞങ്ങൾ മതം പറയുന്നില്ല, ഞങ്ങൾ ജാതി പറയുന്നില്ല, ഞങ്ങൾ വിശ്വാസം പറയുന്നില്ല, ഞങ്ങൾ മറ്റെന്തെങ്കിലും ഈ നുണകളോ കുഞ്ഞായ്മകളോ ഇല്ലാത്ത വാചകങ്ങളോ വിളിച്ചു പറയുന്നില്ല. തൊട്ടു കാണിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ, ഈ ജനതയുടെ മനസ്സിന്റെ ഉള്ളിൽ ആലേഖനം ചെയ്യപ്പെട്ട കാര്യങ്ങളെ ഒരു വേളയും ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഇതുപോലെ ജാഥയുടെ ഭാഗമായി നാടിന്റെ ഓരങ്ങളിൽ ചേർന്നിരുന്നു കൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ഈ സർക്കാർ ആർക്കു വേണ്ടിയിട്ടാണ് ഭരിക്കുന്നത്? നിങ്ങൾ ഈ സർക്കാർ ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കഴിഞ്ഞ ദിവസം ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. ആ ബഡ്ജറ്റിൽ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഏതാണ് ആ കാര്യം? നേരത്തെ ഇവിടെ ചൗക്കസ് സഖാവ് സൂചിപ്പിക്കുകയുണ്ടായി. ആ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് 10ാം ക്ലാസ് വരെയാണ് സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുകൊടുക്കുന്നത്. എന്നാൽ കേരളത്തിൽ 12ാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസമാണ്. 12ാം ക്ലാസ് കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് ഒരു ആദിയാണ്. കുഞ്ഞ് നല്ലോണം പഠിക്കും, അവൻ നല്ലോണം A+ വാങ്ങിയിട്ടുണ്ട്, അവന്റെ ആഗ്രഹം ബോട്ടണിയോ സുവോളജിയോ കെമിസ്ട്രിയോ എടുക്കാനാണ്, അവന് മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. നമ്മുടെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഡിഗ്രി പഠിക്കുമ്പോ +2 പഠിപ്പിച്ചതുപോലെയല്ല. ഒരു പാഠപുസ്തകത്തിന് 200, 250, 300 രൂപ കൊടുക്കണം. പ്രത്യേകിച്ചും ഡിഗ്രി എന്ന് പറയുന്ന ലെക്ചറിങ് മാത്രമാണ്. ലെക്ചർ വന്ന് പാഠമെടുത്തങ്ങ് പോവുകയാണ്. നോട്ടൊന്നും ഉണ്ടാവില്ല. കുഞ്ഞുങ്ങൾ അപ്പം എഴുതി വെക്കണം. ചില വികൃതി പയ്യന്മാർ, ചില കുസൃതികൾ അപ്പൻ ക്ലാസ് ശ്രദ്ധിക്കില്ല, അവർ നോട്ട് എഴുതില്ല. പരീക്ഷ എടുക്കുന്ന സമയത്താണ് അവർക്ക് ആദ്യം ഉണ്ടാവുക. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാനോടും. ഒരു ടെക്സ്റ്റ് ബുക്കിന് 250, 300, 6ഉം 7ഉം 8ഉം ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങണം. ആ വാങ്ങാൻ രക്ഷിതാക്കളുടെ കയ്യിൽ എവിടെയാണ് പണം? പല രക്ഷിതാക്കളും ബുദ്ധിമുട്ടും. അപ്പൊ മക്കൾ എന്ത് ചെയ്യും? തൽക്കാലമായി ഒരു ഫോട്ടോ കോപ്പി എടുക്കും, എന്നിട്ട് അത് നോക്കി വായിക്കും. ആ പ്രശ്നം കണ്ടപ്പോഴാണ് ഇടതുപക്ഷ സർക്കാർ ഈ ബഡ്ജറ്റിലൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യം മുന്നോട്ട് വെക്കുകയുണ്ടായി. ഏതാണ് ആ കാര്യം? ഈ കേരളത്തിലെ സകല ജാതിക്കാരനും സകല രാഷ്ട്രീയക്കാരനുമായ മക്കൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഡിഗ്രി സൗജന്യമാക്കി മാറ്റാൻ തീരുമാനിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് എങ്കിലും ഒന്ന് കൈയടിക്കേണ്ട ഇടതുപക്ഷം. പിണറായി വിജയനും കോൺഗ്രസും എന്ത് വ്യത്യാസമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഈ നാട്ടിലെ കോൺഗ്രസുകാരന്, നാട്ടിലെ BJP-കാരന്, നാട്ടിലെ മുസ്ലിം ലീഗുകാരന് ഗുണം ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകത്തോടൊപ്പം തന്നെ വിദ്യാഭ്യാസം സൗജന്യമായി കൊടുക്കാൻ തീരുമാനിച്ച ഈ സർക്കാർ മോശമാണ്. അപ്പൊ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഇതുപോലെ വന്നാലല്ലേ നടപ്പിലാക്കുക, ഞങ്ങളല്ലേ വരിക, അതിന് ഞങ്ങൾ നടപ്പിലാക്കൂലല്ലോ. പിണറായി വിജയൻ ഇനിയും വന്നാലല്ലേ നടപ്പിലാക്കുക. അത് ഞങ്ങൾക്കറിയാം. പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബേ, നിങ്ങൾ പറയണ്ട. 1980-ൽ 45 രൂപയാണ് ക്ഷേമ പെൻഷൻ. സഖാവ് നായനാർ ഈ കേരളത്തിന്റെ മണ്ണിൽ ചരിത്രത്തിൽ ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് 45 രൂപ ക്ഷേമ പെൻഷൻ കൂട്ടിയതാര്? 100, 60, 100, 120, 200, 300, 400, 500 ഇടതുപക്ഷം. 500, 600 ഉമ്മൻചാണ്ടി 18 മാസം കൊടുക്കാതെ പോയി.
അത് പൂർണ്ണമായിട്ട് കൊടുത്ത് 600,000 1000 എത്രയായി? 1600 അതിനുശേഷം 2000 ഈ കേരളത്തിന്റെ മണ്ണിൽ കൊടുത്തത്. നിങ്ങൾ കൊടുക്കില്ല, ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ പാവപ്പെട്ട മനുഷ്യരൊന്നും കൊടുക്കില്ല. ഞങ്ങൾ അങ്ങനെയല്ല. ഈ കേരളത്തിന്റെ മണ്ണിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കുഞ്ഞുങ്ങൾക്ക് പാഠം പഠിക്കാൻ ആവശ്യമായിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സൗജന്യമാക്കാൻ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബേ, പ്രിയപ്പെട്ട UDF, നിങ്ങൾ എഴുതി വെച്ചോ. 3ാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വന്ന് ഈ നാടിനകത്തുള്ള സകല മനുഷ്യനും ഈ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കും. തർക്കം വേണ്ട. ഇത് മാത്രമാണോ? അല്ല. ഇതാ തിരക്കുള്ള റോഡാണ്. ആക്സിഡന്റ് ആർക്കും വരും. ഒരു മനുഷ്യൻ വീണ് കിടന്നാൽ നമ്മൾ ഓടിച്ചു. കുറിയുണ്ടോ, നിസ്കാരത്താമ്പുണ്ടോ, കുരിശുമാലയുണ്ടോ, നല്ല നോക്കുക. ഇവിടെ വീണ് കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ആശുപത്രി കൊണ്ടുപോകും നമ്മൾ. അപ്പോൾ ഏത് ആശുപത്രി നമ്മൾ നോക്കില്ല. പിടയുന്ന മനുഷ്യനെ കണ്ടാൽ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ഓടിച്ചു ആശുപത്രി കൊണ്ടുപോകും. അപ്പൊ പറയും വേഗം സ്കാൻ ചെയ്യും. അപ്പോഴാണ് സാധു മനുഷ്യൻ കീശയിലേക്ക് നോക്കുക. ആ മനുഷ്യന്റെ കീശയിൽ കുഞ്ഞുമക്കൾക്ക് നോട്ട് പുസ്തകം വാങ്ങാൻ വെച്ച് 50 രൂപയേ ഉള്ളൂ. 50 രൂപയ്ക്ക് ഇവിടെ നിന്ന് സ്കാൻ ചെയ്യാൻ കഴിയും. അവസാനം അവിടുന്ന് പറയും ഞങ്ങളെ കയ്യിൽ പൈസയില്ല, നാട്ടിലെ വിളിച്ചിട്ടുണ്ട്, ഒന്ന് നിങ്ങൾ എടുക്ക. ഈ മനുഷ്യൻ പടയുകയാണ്. ഒന്ന് സ്കാനിങ് എടുക്ക, ഒന്ന് ഡോക്ടറെ ഒന്ന് പരിശോധിക്കുക. അപ്പൊ അവിടുന്ന് പറയും പറ്റില്ല, ബില്ലടിക്കാതെ സ്കാൻ ചെയ്യാൻ കഴിയില്ല, സ്കാനിന്റെ ഫീസ് അടയ്ക്കണം, ഒരു രക്ഷയുമില്ല. എത്ര മനുഷ്യർ വീണുപിടഞ്ഞു മരിച്ചിട്ടുണ്ട്. ഒരു ബൈക്കിനകത്ത് പറന്നു പോകുമ്പോൾ വീണാൽ കാലിന്റെ തുട പൊട്ടിക്കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ട്. തുടയെല്ല് പൊട്ടി കുറെ നേരം കഴിഞ്ഞാൽ ഈ തുടയലിനകത്തുനിന്ന് മജ്ജ ഇങ്ങനെ ഊർന്നിറങ്ങും. ആ മജ്ജ രക്തത്തിൽ കലർന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ആ മനുഷ്യ രക്ഷിക്കാൻ കഴിയില്ല. ആ മനുഷ്യൻ മരണപ്പെടും. തുടയെല്ല് പൊട്ടിക്കഴിഞ്ഞാൽ അടിയന്തരമായി സർജറി ചെയ്ത് കമ്പിയിട്ട് ഉറപ്പിച്ചു വെച്ചിട്ടില്ലെങ്കിൽ ആ രോഗി മരിക്കും. അങ്ങനെ എത്ര പേർ മരിച്ചിട്ടുണ്ട്. നമ്മുടെ സർക്കാർ വിളിച്ചു പാടി. ഇനി കേരളത്തിന്റെ മണ്ണിൽ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ പേടിക്കണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയിക്കോ. ആദ്യത്തെ 5 ദിവസം സൗജന്യമായി അവന് ചികിത്സ കൊടുക്കാനുള്ള ഒരു പദ്ധതി ഈ സർക്കാർ ബഡ്ജറ്റിലൂടെ മുന്നോട്ട് വെച്ച് ആർക്ക് വേണ്ടിയ? കമ്മ്യൂണിസ്റ്റുകാർക്ക്, ഇടതുപക്ഷക്കാർക്ക് വേണ്ടി മാത്രമാണ്. ഈ കേരളത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി, ഈ കേരളത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി നാം മുന്നോട്ട് വെച്ചത്. അപ്പോഴാണ് VD സതീശൻ പറഞ്ഞത് ഈ ബഡ്ജറ്റിലൊന്നുമില്ല, ഈ ബഡ്ജറ്റിലൊന്നുമില്ല. ചെന്നിത്തല പറയുന്നത് ഈ ബഡ്ജറ്റ് മോശം ബഡ്ജറ്റ്. രാവിലെ ബഡ്ജറ്റിനെ കുറ്റം പറഞ്ഞ ചെന്നിത്തല അന്ന് വൈകുന്നേരം ഒരു പോസ്റ്റർ ഇറക്കുക. ആ പോസ്റ്ററിൽ ചെന്നിത്തല പറയുന്നത് അരിപ്പാട് എന്റെ നിയോജക മണ്ഡലത്തിൽ 100 കോടി രൂപയുടെ വികസനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബഡ്ജറ്റ് മോശം, പക്ഷെ ഇത് നല്ലത്. ഇതാണ് കോൺഗ്രസ്, ഇതാണ് UDF. നല്ലത് നിങ്ങൾ തമസ്കരിക്കുക, നല്ലത് നിങ്ങൾ തമസ്കരിക്കുക. എന്നിട്ട് ഈ കേരളത്തിൽ അന്ധകാരത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുപോരാൻ നിങ്ങൾ പരിശ്രമിക്കുകയാണ്. നിങ്ങൾ എന്തേ രാഷ്ട്രീയം പറയാത്തത്? നിങ്ങൾ എന്താണ് രാഷ്ട്രീയം പറയാത്തത്? നിങ്ങൾ എന്താണ് നേരിന്റെ രാഷ്ട്രീയം നാടോട് വിളിച്ചു പറയാത്തത്? നിങ്ങൾ എല്ലാ കാലവും ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവർ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഞാനൊരു സ്ഥാനാർത്ഥി. ഞാൻ അന്ന് കാക്കൂർ ഡിവിഷനിൽ നിന്ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് എന്നെ സ്ഥാനാർത്ഥി ഇടതുപക്ഷം തീരുമാനിക്കുകയാണ്. സ്ഥാനാർത്ഥിയായി ഞാൻ ആ പ്രദേശത്ത് എന്റെ വീട് നിൽക്കുന്ന പ്രദേശമല്ല. അതുകൊണ്ട് രാവിലെ ഞാൻ എഴുന്നേറ്റ് ആ സ്ഥലത്തേക്ക് ഞാൻ പോകും. ഇടതുപക്ഷ സഖാക്കളെല്ലാം എന്നെ ഇങ്ങനെ കാത്തു നിൽക്കും. അവരെല്ലാവരും ചിലപ്പോൾ ജോലി ഒഴിവാക്കി, അവരുടെ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി ഇടതുപക്ഷം മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള അഹോരാത്രമായ സഖാക്കൾ ഇങ്ങനെ പണിയെടുക്കും. ഇടതുപക്ഷം എനിക്ക് വേണ്ടി 4 പോസ്റ്ററുകൾ അച്ചടിച്ചു തന്ന്, 4 ലഘുലേഖകൾ അച്ചടിച്ചു തന്ന്, അതിലൊരു ലഘുലേഖ സംസ്ഥാന കമ്മിറ്റി അച്ചടിച്ചെന്ന ലഘുലേഖയാണ്. കേരളത്തിലെ രാഷ്ട്രീയങ്ങൾ മൊത്തം വിശകലനം ചെയ്തുകൊണ്ട് ഇടതുപക്ഷം എന്തുകൊണ്ട് ജയിക്കണമെന്ന് വിളിച്ചു പറയുന്ന ഒരു ലഘുലേഖയാണ്. രണ്ടാമത്തെ ലഘുലേഖ എനിക്ക് വേണ്ടി ഇടതുപക്ഷം അച്ചടിച്ച ലഘുലേഖ എന്നെ കുറിച്ചാണ്. ആരാണ് അനൂപ്? അനൂപ് എങ്ങനെ എന്നെ പരിചയപ്പെടുത്തുന്ന ഒരു ലഘുലേഖ. മൂന്നാമത്തേത് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ എന്തെല്ലാം ചെയ്യുമെന്ന് വിളിച്ചു പറയുന്ന ഒരു ലഘുലേഖയാണ്. 4ാമത്തെ ലഘുലേഖ എന്റെ അഭ്യർത്ഥനയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്നും അവരുടെ ചിഹ്നങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ലഘുലേഖ. ഈ 4 ലഘുലേഖയും PDF ഇപ്പോഴും എന്റെ ഫോണിനകത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പ്രിയപ്പെട്ട കോൺഗ്രസിനോട്, പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളോട് ഞങ്ങൾ അഭിമാനത്തോടുകൂടി ചോദിക്കുകയാണ്. ഞങ്ങൾ അച്ചടിച്ചു കൊടുത്ത
കൊടുത്ത ലഘുലേഖയും നിങ്ങൾ അച്ചടിച്ചു കൊടുത്ത ലഘുലേഖയും ഒന്ന് വായിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടോ? ഞങ്ങൾ അച്ചടിച്ചു കൊടുത്ത ലഘുലേഖയിൽ എവിടെയെങ്കിലും നിങ്ങൾ മതം എന്ന വാക്ക് കാണുമോ? എവിടെയെങ്കിലും നിങ്ങൾ വിശ്വാസം എന്ന വാക്ക് കാണുമോ? ഞങ്ങൾ അച്ചടിച്ചു കൊടുത്ത ലഘുലേഖയിൽ അയ്യപ്പന്റെ പേരോ അള്ളാഹുവിന്റെ പേരോ യേശുവിന്റെ പേരോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുമോ? ഞങ്ങൾ അച്ചടിച്ചു കൊടുത്ത ലഘുലേഖയിൽ സ്ഥാനാർത്ഥിയുടെ ജാതിയോ സ്ഥാനാർത്ഥിയുടെ സബ്കാസ്റ്റോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ഞങ്ങൾ വികസനത്തെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ആരെ കുറിച്ചാ പറഞ്ഞത്? നിങ്ങൾ ഈ നാടിന്റെ മണ്ണിൽ 10 വർഷക്കാലം ഞങ്ങളുടെ പോരായ്മയല്ല പറഞ്ഞത്. ഈ കേരളത്തിൽ വീടില്ല എന്നല്ല പറഞ്ഞത്. ഈ കേരളത്തിൽ റോഡില്ല എന്നല്ല പറഞ്ഞത്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ടിട്ടില്ല എന്നല്ല പറഞ്ഞത്. കേരളത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ സജീവമല്ല എന്നല്ല പറഞ്ഞത്. കേരളത്തിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല, കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ഗുണമില്ല എന്നല്ല പറഞ്ഞത്. നിങ്ങൾ അച്ചടിച്ച ലഘുലേഖയിൽ മുഴുവൻ ജാതിയും മതത്തെയും വിളിച്ചു പാടുകയാണ്. ഈ കേരളത്തിന്റെ മണ്ണിൽ വർഗീയതയുടെ വിളനിലയമാക്കി മാറ്റാൻ ആരാണ് പ്രിയപ്പെട്ട വലതുപക്ഷമേ നിങ്ങളെ സഹായിച്ചത്? ആരാണ് നിങ്ങളെ സഹായിച്ചത്? ഈ കേരളം ഇങ്ങനെയായിരുന്നുവോ? നിങ്ങൾ പറ. കൂന്തുണ്ണി നായരും മമ്പുറം തങ്ങളും എന്ന് വിളിച്ചു പറഞ്ഞാൽ ഈ മലപ്പുറത്തിന്റെ സ്നേഹത്തിനെ ലോകത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുപോയ രണ്ടു മനുഷ്യന്മാർ. മതനിരപേക്ഷതയ്ക്ക് മതേതരത്വത്തിനും ഈറ്റില്ലമായൊരു നാട്. ആ നാടിന്റെ പേരാണ് കുഞ്ഞു കേരളം. ഓരോ നാടിന് മതനിരപേക്ഷതയുടെ പര്യായങ്ങൾ എത്രയെത്ര പറയാനും തീരാത്ത അത്രയും ആഴത്തിലേക്ക് വേരിറങ്ങിയിട്ടുള്ള കഥകളുടെ നാടാണ് ഈ കേരളത്തിന്റെ മണ്ണ്. നേരത്തെ നിങ്ങൾ നോക്ക്, ഏതോ ഒരു ജുമാ മസ്ജിദിന്റെ ഉള്ളിറയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ബാങ്കുവിളി കേൾക്കുകയാണ്. അല്ലാഹു മഹാനാണ്, പ്രാർത്ഥിക്കാൻ സമയമായി കടന്നു വരിക എന്ന് പറഞ്ഞ സമയത്ത് ആരോ ഒന്ന് വിളിച്ചു പാടിയപ്പോ ഷൗക്കത്ത് സഖാവ് സംസാരം നിർത്തി. ഷൗക്കത്ത് സഖാവ് ആ വിശ്വാസധാരയിൽ പിൻപറ്റുന്ന ആളായതുകൊണ്ടല്ല, മറിച്ച് ഞാനാണെങ്കിലും എന്റെ പ്രഭാഷണം നിർത്തും. എന്തുകൊണ്ട്? എന്നോട് എന്റെ ഭരണഘടന പറയുകയാണ്, എല്ലാ മതങ്ങളെയും വിശ്വസിക്കണം, എല്ലാ മതങ്ങളെയും സ്നേഹിക്കണം, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം. എല്ലാ മതങ്ങളെയും ബഹുമാനിച്ച് എല്ലാ മതങ്ങളെയും അംഗീകരിച്ച് എല്ലാ വിശ്വാസികളെയും നെഞ്ചോട് ചേർത്തുപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു പാരമ്പര്യത്തിന്റെ ഈറ്റില്ലമായ നാടാണ് കൊച്ചു കേരളം എന്ന് പറയുന്നത്. ഒരു ജുമാ മസ്ജിദിന്റെ ഉള്ളറയിൽ ബാങ്ക് വിളി കേൾക്കുമ്പോ ആ ജുമാ മസ്ജിദിന്റെ ഉള്ളറയിൽ കയറി മുസല്ല വിരിച്ച് മുസല്ലയിൽ സുജൂദ് ചെയ്ത് 6660 ആയത്തുകളോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വിളിച്ചു പറയാനോ ലക്കും ദീനുക്കും വലിയദീൻ എന്നതിന്റെ ആയത്തിന്റെ ഭംഗി, അതിന്റെ ആഴം മനസ്സിലാക്കുകയോ ചെയ്തൊരു വ്യക്തിയല്ല. എങ്കിലും ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുന്നത് ആ ബഹുമാനം കൊണ്ടാണ്.